ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഞാൻ മേഘ. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് എപ്പോഴും നമുക്ക് വരുന്നൊരു ക്വറിയാണ് അല്ലെ. ഒരു PSC പരീക്ഷയും ഒരു CSEB പരീക്ഷയും വന്നാൽ ഏതിന് ഞങ്ങൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കണം അല്ലെ, അല്ലെങ്കിൽ ഏതാണ് പഠിക്കേണ്ടത്? CSEB പഠിക്കണോ PSCക്ക് പഠിക്കണോ? ഒരുപാട് നമുക്ക് വരുന്നൊരു ക്വറിയാണ്. മിസ്സേ, നമുക്ക് അതിനെ കുറിച്ച് തന്നെ ഇന്ന് പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും ഒരുപാട് പേര് കമന്റ് ബോക്സിൽ നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ്, മിസ്സേ ഞാനിപ്പോ PSCക്ക് പഠിക്കുന്നുണ്ട്, പക്ഷെ CSEBയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവുകയാണ്, ഏതാണ് പഠിക്കേണ്ടത്? അപ്പൊ നമുക്ക് അതിനൊരു ക്ലാരിറ്റി കൊടുക്കണമല്ലോ. തീർച്ചയായിട്ടും. അപ്പം നിങ്ങളിൽ തന്നെ PSC എക്സാം എഴുതുന്നവരുണ്ടാവും, CSEB എക്സാം എഴുതുന്നുണ്ടാവും. ആദ്യം തന്നെ നമുക്ക് എക്സാം പാറ്റേണിലും അല്ലെങ്കിൽ എക്സാമിനും ആപ്ലിക്കൻസിന്റെ കൗണ്ടിലും ഉള്ളൊരു ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം അല്ലെ. ഇപ്പൊ PSC ഏതെങ്കിലും ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ LDC എക്സാം എടുക്കുകയാണെങ്കിൽ, ഇപ്രാവശ്യത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 12 ലക്ഷം കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിരുന്നു അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ CSEB നോക്കുവാണെങ്കിൽ ഏകദേശം എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടാവും വൺ ടൈം അപ്ലൈ ചെയ്യാനായിട്ട്? വൺ ടൈം ഈ പറഞ്ഞ പോലെ 1 lakhന് കുറവായിരിക്കും. അതായത് അവിടെ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം LDC എന്ന് പറയുമ്പോൾ 10th കഴിഞ്ഞാൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് LDC എന്ന് പറയുമ്പോൾ. ഇപ്പഴത്തേക്ക് വരുമ്പോൾ നമ്മളുടെ ലിമിറ്റഡ് ഇതാണ്, കാൻഡിഡേറ്റ്സിന് എണ്ണം ഭയങ്കര ലിമിറ്റഡ്. കാരണം ഒന്നില്ലെങ്കിൽ HDC കഴിയണം, അല്ലെങ്കിൽ JDC കഴിയണം, അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ ഉള്ളവരായിരിക്കണം. സോ അതൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി എന്തുകൊണ്ടും PSCനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കുറവായിരിക്കും. അപ്പം കാൻഡിഡേറ്റ്സിന്റെ കൗണ്ട് എന്ന് പറയുമ്പോൾ നേരെ 1/10 മാറുവാണ്. അപ്പൊ അവിടെ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കുറയുക എന്ന് പറയുമ്പോൾ നമ്മുടെ സാധ്യത കൂടുക എന്നൊരു അർത്ഥവും കൂടി ഉണ്ട് അല്ലെ. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ LDC പരീക്ഷ എന്ന് പറയുന്നത് 3 വർഷം റാങ്ക് ലിസ്റ്റ് ഉണ്ട്. പക്ഷെ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴാണ് ഈ ഒരു പരീക്ഷയിലേക്ക് നമുക്ക് എഴുതാൻ പറ്റുക. എന്നാൽ CSEB എന്ന് പറയുമ്പോൾ നേരെ അങ്ങനെയല്ല. തീർച്ചയായിട്ടും. അതായത് PSCയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറെ ഒരു കാത്തിരിപ്പുണ്ട്. ഒരു ജോലി കിട്ടുക എന്ന് പറയുന്ന ഒരു സ്വപ്നമായിട്ട് ഇങ്ങനെ കുറെ വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷെ CSEBയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ തന്നെ 3 പരീക്ഷകൾ വരും. അതെ, അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അതെ, ഒരു വർഷം തന്നെ 3 പ്രാവശ്യമാണ് ഈ എക്സാം നടക്കുന്നത്. PSC നമുക്കറിയാം 2 വർഷം എത്തുമ്പോഴാണ് നമുക്ക് LDC എക്സാം എഴുതാൻ പറ്റുക. ഇവിടെ ഒരു വർഷത്തിൽ 3 പ്രാവശ്യം, അതായത് ഒരു LDC എഴുതുന്ന സമയം കൊണ്ട് അല്ലെങ്കിൽ 2 LDC എഴുതുന്ന സമയം കൊണ്ട് നമ്മളിവിടെ 6 എക്സാം എങ്കിലും എഴുതി കഴിയാണ്. 6 അറ്റംപ്റ്റ് നമുക്ക് കിട്ടുവാണ്. ഇതിന്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ അറിയോ? ഇപ്പൊ LDC ആണെങ്കിലും ശരി, വേറെ ഏത് PSC ആണെങ്കിലും ശരി, നമുക്ക് ജോലി കിട്ടുക ചിലപ്പോൾ ജില്ലാ വൈസ് ആണെങ്കിൽ ആ ജില്ലയിൽ എവിടെയെങ്കിലും വേണമെങ്കിലും കിട്ടാം. പക്ഷെ ഇത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ബാങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ, അതും വിത്തൗട്ട് എനി ട്രാൻസ്ഫർ ഒന്നും ഇല്ലാണ്ട് അവിടെ തന്നെ ജോലി ചെയ്യാൻ കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ്. ഇനി എക്സാം പാറ്റേണിലേക്ക് പോവുകയാണെങ്കിലോ നമുക്കറിയാം PSC കറക്റ്റ് ആയിട്ടുള്ള ആൻസറിന് 1 മാർക്കും, മറ്റേത് നമുക്കറിയാം 0.3 മാർക്ക് അവിടെ ഡിഡക്റ്റ് ആവുകയാണ്. ഇപ്പുറത്തേക്ക് വരുമ്പോഴോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 1/2 മാർക്ക് വീതമാണ് ഉള്ളത്. പക്ഷെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതായത് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് എഴുതാം. അതെ, തീർച്ചയായിട്ടും. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്താണെങ്കിലും ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഒരു ഗസ് വർക്കിനുള്ള ഓപ്ഷൻ പോലും നിങ്ങൾക്ക് എവിടെയുണ്ട്? കോപ്പറേറ്റീവ് അല്ലെങ്കിൽ CSEB ബാഗ് എക്സാംസിനുണ്ട്. അപ്പൊ എക്സാം പാറ്റേണിൽ തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും കുട്ടികൾ ചെയ്യുന്നത് PSC പരീക്ഷകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലും പലപ്പോഴും CSEB പരീക്ഷകൾക്ക് കൊടുക്കാറില്ല. എന്നാൽ ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് BCom കോർപ്പറേഷൻ അല്ല എങ്കിൽ പോലും BCom മറ്റുള്ള വിഷയങ്ങളായിക്കോട്ടെ, ഏത് ഡിഗ്രി ആയിക്കോട്ടെ, അവർ JDC HDC എടുത്ത് ഈ ഒരു ജോലി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇവിടെയുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു പൊളിറ്റിക്കൽ ആയിട്ടാണ്, അതുകൊണ്ടാണ് പലരും വരാത്തത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് റിട്ടേൺ ടെസ്റ്റിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അവിടെ അത്ര ഒരു ഡിസിസീവ് ഫാക്ടർ ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അതെ, മാക്സിമം മാർക്ക് നമ്മൾ റിട്ടേൺ എക്സാമിന് സ്കോർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബാങ്കിന്റെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഇത്ര മാർക്ക് തരണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള സർക്കുലർ ഉണ്ട്. അതിന് കുറവ് നിങ്ങൾക്ക് ഒരിക്കലും തരാനായിട്ട് സാധിക്കില്ല ഇന്റർവ്യൂവിന്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ റിട്ടേൺ ടെസ്റ്റിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാങ്കിൽ തന്നെ ജോലിക്ക് കയറാനായിട്ട് സാധിക്കും. അത് പല ടൈപ്പ് ഓഫ് ബാങ്കുകൾ, സ്പെഷ്യൽ ഗ്രേഡ്, സൂപ്പർ ഗ്രേഡ്, അപ്പൊ അവിടെയുള്ള സാലറി പാക്കേജിനും ഒക്കെ വ്യത്യാസങ്ങൾ വരികയാണ്. പക്ഷെ ഇത് പലപ്പോഴും കുട്ടികൾ തിരിച്ചറിയുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഇപ്പൊ നമ്മുടെ ചുറ്റും ഇപ്പൊ PSC പരീക്ഷ എഴുതുന്നവർക്ക് ചുറ്റുവാണെങ്കിലും CSEB പരീക്ഷ എഴുതുന്നവർക്ക് ചുറ്റുവാണെങ്കിലും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അയ്യോ, ഈ പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല, ഇതിങ്ങനെയാണ്. ഇപ്പൊ CSEB ആണെങ്കിൽ അവിടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, PSC ആണെങ്കിൽ പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഇത് ഏത് പരീക്ഷയാണെങ്കിലും ഈ കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സ് പറയുന്നതും അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തുന്നതും വളരെ കൂടുതലാണ്. പക്ഷെ അതല്ല ഇപ്പൊ കോമ്പറ്റീറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 പ്രാവശ്യത്തെ ഫസ്റ്റ് റാങ്ക് ഉണ്ട്. അപ്പം ആ
സാധ്യത എന്ന് പറയുന്നത് കുട്ടികളിലേക്ക് എത്തുക, പഠിച്ചാൽ ജോലി കിട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും വളരെ വളരെ കൂടുതലാണ്. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഉദ്യോഗാർത്ഥികൾ ആദ്യം എത്തിച്ചേരേണ്ടത്. പലപ്പോഴും ആദ്യത്തെ എക്സാം എഴുതി അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാം പറഞ്ഞ പോലെ തന്നെയാണ്, അതായത് പിന്നോട്ട് വലിയ ഇനിയിപ്പോ എന്നെ കൊണ്ട് നടക്കില്ല, പിന്നെ ചുറ്റുമുള്ളവരും അതിനെ പറയാനായിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നുമല്ല, നമ്മൾ എന്നാണോ നമ്മുടെ കയ്യിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുന്നത് അതുവരെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു പ്രോസസ്സാണ്, ഒരു ജേണിയാണ്. ഇത് വളരെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോവുക, അവസാനം വരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നവർക്ക് മാത്രമാണ് ജോലി, ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു പെർമനന്റ് ജോബിലേക്ക് എത്തുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നം നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഇടയിൽ വെച്ച് പോവുകയാണെങ്കിൽ ഇത് നടക്കില്ല. നമ്മുടെ ഇപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിലും നമ്മളുടെ കൂടെ ആദ്യം തൊട്ടുള്ള കുട്ടികളാണ്, ആവറേജ് ആയി പഠിച്ച കുട്ടികളാണ് ഏറ്റവും ഫസ്റ്റ് റാങ്കിലേക്ക് എത്തുന്നത്. അതാണ് സ്കൂൾ തലത്തിലായാലും കോളേജ് തലത്തിൽ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസസ് ഒന്നും കാഴ്ചവെക്കാതെ തന്നെ കൃത്യമായിട്ട് ഈ ഒരു 3 അല്ലെങ്കിൽ 5-6 മാസക്കാലം കൃത്യമായിട്ട് എഫേർട്ട് ഇട്ട് പഠന സ്ട്രാറ്റജിയോട് കൂടി മുന്നോട്ട് പോയിട്ടുള്ള കുട്ടികളാണ് 1ാം റാങ്കുകളിലേക്ക് എത്തുന്നത്, അല്ലെ? അല്ലാതെ അവിടെ വേറെ ഒരു റോക്കറ്റ് സയൻസോ മാജിക്കോ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആണ്. പഠിച്ചാൽ കിട്ടും. ഏതൊരു പരീക്ഷയുടെയും ആപ്തവാക്യം തന്നെയാണ് നമുക്ക് ഇവിടെയും പറയുന്നത്. നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. ഇനി എന്തുകൊണ്ട് ഒരുപാട് പേര് ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല? അവിടെ കൃത്യമായിട്ടുള്ളൊരു പഠന സ്ട്രാറ്റജിയുടെ അഭാവം തന്നെയാണ്. അപ്പം എന്റെ വിഷയം ഇംഗ്ലീഷാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, പലപ്പോഴും കുട്ടികൾ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാംസിന്റെ അവരുടെ പേപ്പറിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പലപ്പോഴും GK, ഇംഗ്ലീഷ്, മാത്സിന് കൊടുക്കാറില്ല. അത് വലിയൊരു പിഴവാണ്. നമ്മുടെ പഠന സ്ട്രാറ്റജിയിലേക്ക് എത്തുന്നതിൽ ഏറ്റവും വലിയൊരു പിഴവാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് എല്ലാ വിഷയങ്ങൾക്കും കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ ഏറ്റവും നല്ല റാങ്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ കട്ട് ഓഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ മിസ്, നമുക്ക് കട്ട് ഓഫ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ എക്സാമിനൊക്കെ 63 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അത് കമ്പാരിറ്റീവ്ലി കുറച്ചൊരു എളുപ്പം, അതായത് ഈ പ്രാവശ്യത്തെ എക്സാം വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ചെറിയൊരു പാറ്റേൺ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും, എസ്പെഷ്യലി ഇംഗ്ലീഷിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കുറവാണ്. കുറച്ചും കൂടി എന്തായാലും എന്ന് വെച്ചാൽ ഒരുപാട് കുറവാവില്ല, കാരണം ഒരുപാട് കാലമായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ. JCIക്കും കേരള ബാങ്കിനൊക്കെ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരുപാട് താഴില്ല, എന്നാലും ഒരു മാക്സിമം ഒരു 61 വരെയൊക്കെ എത്താനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണും. അതെ, ഇത് നമ്മൾ PSC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല എക്സാംസിനും, ഇപ്പൊ സെക്രട്ടേറിയറ്റ് OA പോലുള്ള എക്സാംസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം, അവിടെ കട്ട് ഓഫ് താരതമ്യേന 70 മാർക്കിന് മേലെ എങ്ങനെയായാലും പോകാറുണ്ട്, അല്ലെ? അപ്പൊ ആ ഒരു കട്ട് ഓഫും അവിടെ നമ്മൾ PSC പരീക്ഷകൾ പഠിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അവിടെ നമുക്കറിയാത്ത ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കണം. വേണ്ട, ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും, GK, അതിൽ തന്നെ വൈഡാണ്, ഹിസ്റ്ററി, ജോഗ്രഫി, കേരള ഹിസ്റ്ററി, ഇങ്ങനെ വളരെ വൈഡായിട്ട് കിടക്കുന്ന എല്ലാ വിഷയങ്ങളും പഠിച്ചാൽ മാത്രമാണ് നമുക്ക് PSCയിലെ ഈ ഉയർന്ന കട്ട് ഓഫിലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്നാൽ ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് വരുമ്പോൾ വളരെ ലിമിറ്റഡ് ആണ്. അതായത് കൃത്യമായിട്ടുണ്ട്, അതായത് സബ്ജക്റ്റുകളായിട്ടുള്ള അക്കൗണ്ടൻസി കൃത്യമായി പഠിക്കുക, ബാങ്കിങ് പഠിക്കുക, കോർപ്പറേഷൻ പഠിക്കുക, കോപ്പറേറ്റീവ് ലോ, ഈ 4 വിഷയങ്ങളാണ് സബ്ജക്ട് എന്നുള്ള രീതിയിൽ. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, നമുക്ക് അതിൽ മാക്സിമം നന്നായി പഠിക്കുക, ആ കൃത്യമായ ടെക്സ്റ്റുകൾ പഠിക്കുക, അതിന്റെ PYQs കൃത്യമായി ചെയ്യുക, മോഡൽ എക്സാംസ് എടുക്കുക, നന്നായി റിവിഷൻ ചെയ്യുക. ബാക്കി ഇംഗ്ലീഷും മാത്സും GK ആണ്. ഇത് നമ്മൾ ഡെയിലി നമ്മൾ മാത്സും ഇംഗ്ലീഷും കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ലൊരു റാങ്കിലേക്ക് എത്താനായി തീർച്ചയായിട്ടും സാധിക്കും. അത് മാത്രമല്ല, ഈ വിഷയങ്ങൾ അവർക്ക് പരിചിതമാണ്. അപ്പൊ PSCയിൽ അപരിചിതമായിട്ടുള്ള ഇത്രയും വിഷയങ്ങൾ പഠിക്കുമ്പോഴും ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിഷയങ്ങൾ മാത്രമേ അവിടെ അപരിചിതമായിട്ട് വരുന്നുള്ളൂ. അതും തീർത്തും അപരിചിതം എന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലെ? കാരണം അവർ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ് അല്ലെങ്കിൽ HDC പഠിച്ചതാണ്. സോ അതുകൊണ്ട് പഠിച്ച വിഷയങ്ങൾ തന്നെയാണ്. അപ്പൊ അതൊന്നും കൂടി ആഴത്തിൽ മനസ്സിലാക്കണം. ഒരു MCQ ലെവലിലേക്ക് അത് പഠിച്ചെടുക്കണം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ. അതാണ് ആ MCQ ലെവലിലേക്ക് പഠിക്കുക. അത് വലിയൊരു വാക്കാണ്. കാരണം നമ്മൾ ഡിഗ്രിക്കും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതി ഒരു പേപ്പർ പാസ്സാവാൻ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസിയാണ്, അല്ലെ? പക്ഷെ ഒബ്ജക്റ്റീവിലേക്ക് വരുമ്പം ആ ചോദ്യത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതും എല്ലാ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായ പഠനമാണ് വേണ്ടത്. അതെ, അതിന് നമ്മൾ തീർച്ചയായിട്ടും ഇപ്പൊ CCയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കിന് കൊടുക്കുന്ന കോച്ചിങ്ങിലൊക്കെ തന്നെ നമ്മൾ മാക്സിമം ആ കണ്ടന്റ് എടുത്ത് അതിൽ നിന്നും എത്രത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പത്തിൽ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാം, എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്ന് കൃത്യമായി നമ്മൾ സ്ട്രാറ്റജി പഠിച്ചാൽ കിട്ടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, മെന്റേഴ്സ് ആണെങ്കിലും അവരെല്ലാം ഈ ഒരു മേഖലയിൽ വർഷങ്ങളായിട്ട് മെന്റർഷിപ്പിന്റെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകർ തന്നെയാണ്. അപ്പൊ ആ രീതിയിലേക്ക് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും മുന്നിലേക്ക് തന്നെ എത്താൻ സാധിക്കും. അപ്പൊ PSC പഠനം കളയണമെന്ന് ഒരിക്കലും ഞങ്ങൾ പറയില്ല കേട്ടോ. PSC പഠനം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, തീർച്ചയായിട്ടും കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു പേപ്പറാണ് CSCB എന്ന് പറയുന്നത്. അപ്പൊ ആ പേപ്പറിനെ വിട്ടുകളയാതെ കൂടെ നിർത്തുക. നമുക്ക്
എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. അതായത് ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ കൂടുതൽ ഒഴിവുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം JCIയും കേരള ബാങ്കിലേക്ക് ഇപ്പോൾ ഇന്റർവ്യൂവിന് മറ്റേ അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജും കാര്യങ്ങളും ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ കുറെ പേര് അതിലേക്ക് ജോയിൻ ചെയ്യും. സോ അവിടെ ഒരു വലിയൊരു വേക്കൻസി വരികയാണ്. റിട്ടയർമെന്റ് വേക്കൻസി വരുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് അത് വേക്കൻസി വരും. പിന്നെ ഇത്തരത്തിലുള്ള PSC കിട്ടി പോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. സോ ഒരുപാട് സാധ്യതകൾ ഇപ്പോഴും മുന്നിലുണ്ട് എന്നുള്ളതാണ്. ആ അവസരങ്ങളെ കൃത്യമായിട്ട് വിനിയോഗിക്കുക. ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റീസ്, മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അപ്പൊ ഏറ്റവും നന്നായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഉറപ്പാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഉയർന്ന റാങ്കിൽ എത്തുകയും ഏറ്റവും പെട്ടെന്ന് നിങ്ങളുടെ വീടിന് അടുത്തുള്ള ബാങ്കുകളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരവും കിട്ടും. അങ്ങനെ കിട്ടാത്തവരൊന്നുമല്ല നിങ്ങളുടെ ചുറ്റിനുള്ളവര്. അവർക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. തീർച്ചയായും. അതോടൊപ്പം തന്നെ തുടക്കക്കാരാണ് എങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, കൃത്യമായിട്ടുള്ളൊരു പഠന സ്ട്രാറ്റജിയാണ്. എന്തെങ്കിലും എവിടെന്നെങ്കിലും വലിച്ചു വാരി പഠിച്ചതുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടുള്ള പഠനമാണ് വേണ്ടത്. അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ച് ഇപ്പൊ ഫെബ്രുവരി 2025 നടന്ന പരീക്ഷ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സാം ആയിരുന്നു. ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇപ്രാവശ്യം പരീക്ഷ എഴുതിയ ഒരു ബാച്ച് ആയിരുന്നു നമ്മുടെ ഫെബ്രുവരി 2025 എന്ന് പറയുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ പുതിയ ബാച്ചും അനൗൺസ് ചെയ്യുകയാണ്. ഈ വരുന്ന അടുത്ത പരീക്ഷയിൽ, അത് ഏത് പരീക്ഷ ആയിക്കോട്ടെ, നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നവരായിക്കോട്ടെ, കോമ്പറ്റീറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രൈം കോഴ്സുകളിൽ ഒന്ന് തന്നെയാണ് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യങ്ങൾ അടുപ്പിച്ച് 2 പ്രാവശ്യങ്ങളിൽ 1ാം റാങ്ക് ഉൾപ്പെടെയാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ആദ്യമേ പഠിച്ചു തുടങ്ങുക. സമാധാനത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എത്ര പെട്ടെന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നോ അത്രയും നമുക്ക് പരീക്ഷയിലേക്ക് എത്തിച്ചേരാനായിട്ട് എളുപ്പമാണ്. അവസാന നിമിഷം അയ്യോ ഇനി പഠിക്കണമല്ലോ എന്ന് ഓർക്കുന്നത് ഒരുപാട് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസും കൺസെപ്ച്വൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ആഴത്തിലുള്ള പഠനം ഏറ്റവും വേഗത്തിൽ തന്നെ ഏറ്റവും തുടക്കത്തിൽ തന്നെ പഠിച്ചു തുടങ്ങുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം തൊട്ട് ഏത് വിഷയം, ഇപ്പൊ ലോയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ അതിന് ടൈം ആവശ്യമാണ്. അപ്പൊ കൃത്യമായിട്ട് സ്ട്രാറ്റജിയോട് കൂട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് കൃത്യമായ ടൈം ടേബിൾ ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾ ഞങ്ങളോടൊപ്പം വരിക. തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നല്ലൊരു ജോലിക്ക് കയറാനായി സാധിക്കും. നിങ്ങൾ സ്വപ്നം കാണുന്ന സീറ്റ് നിങ്ങൾക്കുള്ളതാണ്. യെസ്. അപ്പോ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഞങ്ങളുടെ പുതിയ ബാച്ച് അനൗൺസ് ചെയ്യുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഏതായാലും അടുത്ത റിസൾട്ടിൽ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഉണ്ടാവും, ഉറപ്പാണ്. നിങ്ങൾക്കും നമ്മളോടൊപ്പം തന്നെ വരാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.